കഴിഞ്ഞ ദിവസം ഞാൻ ബാംഗ്ലൂരിൽ പോയിട്ട് തിരിച്ച് ബട്നേര സ്റ്റേഷനിൽ വന്നിറങ്ങി മഹാരാഷ്ട്രയിലെ. ട്രെയിനിൽ നിന്നും ഞാൻ ഇറങ്ങുകയാണ്. ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്നതിന് മുൻപായിട്ട് ആ ട്രെയിനിനകത്തേക്ക് ഒരു കൂട്ടം ജനം ഇരച്ചു കയറുകയാണ്. തീരെ പൊടി കുഞ്ഞുങ്ങളെയൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇവർ കയറുന്നത്. ഇങ്ങനെ കയറുന്നതിൻ്റെ ഒരു അപകടത്തെപ്പറ്റിയൊന്നും അവർ ചിന്തിക്കുന്നേ ഇല്ല. ഞങ്ങൾക്കൊട്ട് ഇറങ്ങാനേ സാധിക്കുന്നില്ല. ബട്നേര സ്റ്റേഷനിൽ വളരെ കുറച്ച് നേരം മാത്രമേ ട്രെയിൻ നിർത്താറുള്ളൂ. പെട്ടെന്ന് ഞങ്ങൾക്ക് ട്രെയിൻ വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ആൾക്കാർ കയറുന്നവരെ നിയന്ത്രിക്കാനും ആൾക്കാരില്ല, അവർക്ക് സ്വയം ഒരു നിയന്ത്രണമില്ല. എങ്ങനെയോ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇറങ്ങി നിന്ന് ശക്തമായിട്ട് ഒച്ചയുണ്ടാക്കി. അപ്പോൾ എൻ്റെ കൂടെ കുറച്ച് ആൾക്കാരും കൂടെ ചേർന്നു. അങ്ങനെ ഞങ്ങൾ ചേർന്നിട്ടാണ് അവിടെ നിന്ന് ബാക്കിയുള്ള ആൾക്കാരെ ഞങ്ങൾക്ക് അതിനകത്തുനിന്ന് ഇറക്കാൻ സാധിച്ചത്. ഞാൻ പറഞ്ഞത്, ഒരു ശക്കലം പോലും ഒരു ലീഗൽ ലിറ്ററസി ഉള്ള മനുഷ്യരല്ല ഈ സ്ഥലങ്ങളിലൊന്നും ഉള്ളവർ. ഈ വിദർഭ റീജിയനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. മിക്കവാറും ആളുകൾ അവിടെയുള്ള വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിൽ തന്നെയും അവർ സ്പിരിച്വാലിറ്റിക്കും അപ്പുറമായിട്ട് വളരെ വളരെ റിലീജിയസ് ആയിട്ടാണ് അവർ കാര്യങ്ങൾ നീക്കുന്നത്. ഒന്ന് പറഞ്ഞ് ഈ ട്രെയിനിനകത്തോട്ട് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെയും അവർ ജയ് ശ്രീറാം പറഞ്ഞുകൊണ്ടാണ് കയറുന്നത്. ആവശ്യത്തിനും അനാവശ്യത്തിനും. ഇപ്പം നമ്മൾ ഒരു സ്കൂളിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടുകയാണെങ്കിലും അവിടെ നമുക്കത് വേണോ വേണ്ടയോ എന്നുള്ള ഒരു സെക്യുലർ ചിന്താഗതി ഒന്നുമില്ലാതെ ഇവർ ജയ് ശ്രീറാം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഹേ റാം, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. കാരണം അത്രയും അവർ അഡിക്റ്റാണ്. ഓരോ വ്യക്തികളുടെയും മതപരമായ കാര്യങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ അത് അനാവശ്യമായിട്ട് ഇത് ഉപയോഗിക്കുന്നിടത്താണ് ഇതിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത്. ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, മഹാകുംഭമേള എന്ന് പറയുന്ന 144 വർഷം മുമ്പ് ഉണ്ടായിരുന്നു എന്ന ഒരു പെരുന്നുണയെ പിന്നീട് ഇപ്പോൾ അവതരിപ്പിച്ച് അതങ്ങ് കഴിഞ്ഞു. പക്ഷേ എന്നിട്ടും അതിൻ്റെ അലയടി തീരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. യോഗി ആദിത്യനാഥ് മഹാകുംഭമേളയിൽ പങ്കെടുക്കുവാൻ പറ്റാത്ത ആളുകൾക്ക് ഗംഗാജലം വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. UP സർക്കാരിൻ്റെ ഈ പദ്ധതി എത്രത്തോളം പണച്ചെലവേറിയ ഒരു പദ്ധതി ആണ് എന്നുള്ളതും ഇതുവരെ എത്രത്തോളം അവർ മുടക്കി എന്നുള്ളതും, എന്തുമാത്രം പണമാണ് ഇതിനു വേണ്ടി മുടക്കിയത്. ഈ നാട്ടിൽ സ്കൂളുകളില്ല, ശൗചാലയങ്ങളില്ല. പ്രധാനമായിട്ടും ഇല്ല എന്നുള്ളതല്ല, ഉണ്ട്. പക്ഷേ അത് എല്ലാ തട്ടിലുമുള്ള ആളുകളിലേക്കും എത്തുന്നില്ല എന്നുള്ളതാണ്. മിക്കവാറും സ്ഥലങ്ങളിൽ സ്കൂളുകളില്ല എന്നുള്ളതാണ് വാസ്തവം. ആ സ്കൂളുകൾ ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ ഒരു വിദ്യാർത്ഥി സ്കൂളിൽ പോയില്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക് അത് വലിയൊരു പ്രശ്നമാണ്. മാതാപിതാക്കൾ അവരെ നിർബന്ധിച്ച് എത്തിച്ചിരിക്കും. ഇനി അത് മാതാപിതാക്കൾ കുട്ടികളെ എത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് സമിതി ഇടപെടും, അല്ലെങ്കിൽ അവിടെയുള്ള നാട്ടുകാർ ഇടപെടും, ഇല്ലെങ്കിൽ മനുഷ്യാവകാശ പ്രവർത്തകർ ഇടപെടും. നിയമപരമായി അത് നേരിടാനുള്ള സംവിധാനമുണ്ട്. എന്നാൽ UP പോലെയുള്ള സ്ഥലങ്ങളിലെ സ്കൂൾ, UP പോലെയുള്ളതെന്നല്ല, വടക്കേ ഇന്ത്യയിലെ മിക്കവാറും ഇടങ്ങളിൽ കണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്കൂൾ കെട്ടിടങ്ങൾ പതിയെ ഒരു വീക്കെൻഡൊക്കെ ആകുമ്പോഴേക്കും പശുവിനെ കൊണ്ട് അവിടെ അങ്ങ് കെട്ടിയിടും. ഒരു പശുവിനെയൊക്കെ കെട്ടിക്കൊണ്ടിടുന്നു, പിന്നെ അതങ്ങ് മാറുന്നു. അത് വലിയ കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല. അതങ്ങനെ കുറച്ച് തവണ ആവർത്തിച്ച് വരുമ്പോൾ വന്ന പശു എന്തോ ഒരു ദൈവികമായ ഒരു വെളിപാടിൽ അവിടെ എത്തിയതാണെന്നുള്ള രീതിയിൽ പിന്നീട് അത് പശുക്കളെ കയറ്റിയിടാനുള്ള ആലയമായിട്ട് അത് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾ അതിന് തിരിച്ചെതിരെ യാതൊന്നും പറയുന്നില്ല. തങ്ങളുടെ മക്കൾക്ക് പഠിക്കാനുള്ള ആ സ്ഥലങ്ങൾ പശുക്കളെ ഏറ്റെടുക്കുന്നത് വലിയൊരു പുണ്യപ്രവൃത്തിയായിട്ടാണ് ഇത് കരുതുന്നത്. ഇത്തരത്തിൽ ഒരു സമൂഹത്തെ അജ്ഞതയിലേക്ക് തള്ളിയാണ് അവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. അതിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് UP സർക്കാർ ഇപ്പോൾ മഹാകുംഭമേള കഴിഞ്ഞ് വീണ്ടും ഗംഗാജലം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്, ഓരോ വീട് വീടാന്തരം എത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ചിന്തിക്കാൻ ശേഷിയില്ലാത്ത മനുഷ്യരെ നിലനിർത്തുക എന്നുള്ളതാണ്. ഈ ഗംഗാജലം എന്ന് പറയുന്ന സംഭവം പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് വഴി എല്ലാ വീടുകളിലും എത്തിക്കുന്നതും അതല്ലെങ്കിൽ മറ്റ് പല സംവിധാനങ്ങൾ ഉപയോഗിച്ചും ആയിരിക്കും എത്തിക്കുന്നത്. ആ എത്തിക്കുന്ന സമയത്ത് ആ പണം മുടക്കി അവിടെ ഒരു വായനശാലയും സ്കൂളുകളും അതുപോലെ തന്നെ മെഡിക്കൽ സ്ഥാപനങ്ങളുമാണ് ഉണ്ടാക്കേണ്ടത്. പക്ഷേ അതിനെപ്പറ്റി ചിന്തിക്കുവാനുള്ള കോമൺ സെൻസ് ജനങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. കാരണം ഇതൊക്കെയും ദൈവത്തിൻ്റെ പേരിൽ അവരിലേക്ക് കൊടുക്കുകയാണ്. ആത്മീയത എന്ന ഭയം ഇറ്റിച്ചുകൊണ്ട് ഇതിനെതിരെ തിരിച്ചു പറയാനുള്ള ശേഷി പൗരസമൂഹങ്ങൾക്ക് ഇല്ലാതെ പോവുകയും ചെയ്യുന്നു. ഞാൻ ആദ്യം പറഞ്ഞ ട്രെയിനിലെ സംഭവം ആണ് ഞാൻ പറയുന്നത്. സഹജീവിയോടൊരു കരുണ, അവരോടൊരു സഹവർത്തിത്വം, അല്ലെങ്കിൽ ഒരു ട്രെയിനിൽ നിന്ന് ഒരു ഭാഗം അല്ലെങ്കിൽ ബസ്സിൽ നിന്ന് കുറേ അധികം ആൾക്കാർക്ക് ഇറങ്ങണം, അവർ ഇറങ്ങി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾ കയറേണ്ടത് എന്ന ഒരു കോമൺ സെൻസ് പോലും ചിന്തിക്കാനാവാത്ത വിധം മത ആത്മീയ അന്ധത കൊണ്ട് ജനങ്ങളെ വരിഞ്ഞു മുറുക്കി ഇട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് അവർ രക്ഷപ്പെടാതിരിക്കുവാനാണ് ഓരോ കുംഭമേളകളും അതിനോടനുബന്ധിച്ചുള്ള ബാക്കി കെട്ടുകാഴ്ചകളും നടക്കുന്നത്.
കഴിഞ്ഞ ദിവസം കണ്ട ഒരു റീലിലെ ഒരു ഡയലോഗിൽ ഒരു യുവാവ് പറയുന്ന ഒരു ഡയലോഗ് കടമെടുക്കുന്നു. വി ആർ ദ റിയൽ മീറ്റ് ഈറ്റേഴ്സ്, നോട്ട് കൗഡങ് ഈറ്റേഴ്സ്. കേരളം ഇവരിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. താങ്ക് യു.